തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വാക്യം ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇന്ന് ലോകം അശാന്തിയിലൂടെയും ഉത്കണ്ഠയിലൂടെയും കടന്നു പോകുന്നു. യുവതലമുറയും കൊച്ചുകുട്ടികളും ഒക്കെ ക്രൂര സ്വഭാവമുള്ളവരായും അതിക്രൂര പ്രവൃത്തികളായി ചെയ്യുന്നവരായും തീരുന്നു. മൂല്യമുള്ള മനുഷ്യർ ആയി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ സാഹചര്യങ്ങളൊക്കെയും നമ്മോട് വിളിച്ചോതുന്നത്. വാല്യൂസ് cannot be taught, it has to be caught. മൂല്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്, അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്, അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലല്ല. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നു, സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന ആത്മാവ് അസ്ഥികളെ ഉണക്കുന്നു എന്ന്. നാം ഇന്ന് വളർന്നു വരുന്ന ജീവിത പശ്ചാത്തലത്തിൽ തന്നെ സൗമ്യതയും പാകതയും സഹിഷ്ണുതയും സ്നേഹവും ഭവനങ്ങളിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. ദൈവികതയും ദൈവിക സന്തോഷവും ഉള്ളിലേറ്റുന്ന മനുഷ്യന് ചുറ്റുമുള്ളതിനെ ശ്രേഷ്ഠമാക്കുവാൻ സാധിക്കും. സന്തോഷം സ്വന്തം മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും സുഖപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഇടം ഭൂമിയിലെ സ്വർഗമായി മാറ്റപ്പെടുകയും ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ആന്തരിക സന്തോഷമാണ്. സന്തോഷം സ്വാർത്ഥത മാറ്റിവെച്ച് ഭൂമിയെയും സഹജീവികളെയും സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവാശ്രയത്തിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ആന്തരികമായ അവസ്ഥയാണ് സന്തോഷം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഹൃദയത്തിന് മാത്രമേ ചുറ്റുമുള്ളവരിലേക്ക് ദൈവസ്നേഹവും പ്രകാശവും പരത്തുവാൻ സാധിക്കുകയുള്ളൂ. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യെശയ്യാ പ്രവാചകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സൂര്യന്റെ വെളിച്ചം ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ദൈവിക സ്നേഹവും കരുണയും സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നവരാണ് സന്തോഷമുള്ള മനുഷ്യർ. ഭൂമിയെ ശ്രേഷ്ഠരാക്കുകയും ഭൂമിയെ നന്മയുള്ളതാക്കുകയും ചെയ്യുന്നത് ദൈവിക സ്നേഹം ഉള്ള മനുഷ്യരാണ്. ഹാരോൾഡ് നിക്കോൾസൺ എന്ന ചിന്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, ഹാപ്പിനെസ് ലൈസ് ഇൻ എ ഗുഡ് ജോബ് well done. Happiness also lies in the successful expression of one's own personality. നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമായി മുന്നേറുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശ്രേഷ്ഠമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ശുഭദിനം.